അയ്യോ, എനിക്ക് പണി തരാൻ റെഡിയായിട്ട് നിൽക്കല്ലേ? ഓടോ. മാല എവിടെ? സാർ, ഈ മാല ആരാ ഒന്ന് കഴുത്തിലിട്ട് തരുന്നത്? ഒന്ന് വേഗം ഇട്. നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായടാ. ആഹാ, ബ്രില്യന്റ് ക്യാച്ച്. അന്ന് നിന്റെ ടേൺ, ഇന്ന് എന്റെ ടേൺ. എങ്ങനെയുണ്ട് മോളെ ഈ പിടുത്തം? ഇന്ന് മുതൽ മാല പടക്കം പോലെ അങ്ങ് തുടങ്ങുമല്ലേ? ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എല്ലാം കഴിഞ്ഞല്ലോ. ലിസൺ ടു മീ കെയർഫുള്ളി, ബി സീരിയസ്. ഈ മധുര സിറ്റിയുടെ ചുറ്റളവ് എത്രയാണെന്നറിയാമോ? തലയിലെ തൊപ്പേക്കാളും വലുതാണല്ലോ നിങ്ങളുടെ കുടവയർ. അതെന്താ? നിന്റെ കോടല് വെളി വരും. നാണം കെട്ടവന്മാര്. 25 കിലോമീറ്ററിൽ പരന്നു കിടക്കുന്ന ഈ സിറ്റി, ഇത് കൺട്രോൾ ചെയ്യാൻ ഒരു കമ്മീഷണർ, 7 ACP, ഒരു ACPക്ക് താഴെ 56 ഇൻസ്പെക്ടർ, 76 സബ് ഇൻസ്പെക്ടർ, 562 കോൺസ്റ്റബിൾസും ഉണ്ട്. എന്നിട്ട് എന്താണ് ഇത്രയും കുറ്റങ്ങൾ ഇവിടെ നടക്കുന്നത്? പിടിച്ചുപറി, പോക്കറ്റടി, അങ്ങനെ 1412. സേട്ടുകടയിൽ ദ്വാരമിടുന്നു, ആളില്ലാത്ത വീട്ടിൽ എത്തിനോട്ടം, അങ്ങനെ 626. ഇങ്ങനെ മുഴുവനും ഒരു 50 ഗാങ് ആയിട്ട് പിരിഞ്ഞിരിക്കുക. കൊട്ടേഷൻ സംഘം, അടിപിടി കേസ്, അങ്ങനെ ഒരു 15 ഗാങ്. ആ 15 ഗാങ്ങിൽ ഒരു 416 റൗഡികളുണ്ട്. ഇതുവരെ നടന്നതെല്ലാം പോയിക്കോട്ടെ. ഇനി മുതൽ, ഈ നിമിഷം മുതൽ മധുരയിൽ കൊല, കൊള്ള, കൊട്ടേഷൻ, റൗഡീസം, ഇല്ലീഗൽ ബിസിനസ് എന്തെങ്കിലും നടന്ന് കണ്ടാൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കും സാർ. ചെരിപ്പൂരി അടിക്കും ഞാൻ. വല്ല കാര്യമുണ്ടോ? മനസ്സിൽ സുരേഷ് ഗോപിയാവുന്ന വിചാരം. ആക്ഷൻ എടുക്കുന്നവന്റെ കയ്യും കാലും വെട്ടിയെടുക്കും ഞാൻ. ആക്ഷനും എടുക്കാൻ പാടില്ല, റിയാക്ഷനും കാണിക്കാൻ പാടില്ല. കാരണം എന്താ? അതെ, എല്ലാവരും എന്റെ മാമനും മച്ചാനും ഒക്കെയാ. മനസ്സിലായല്ലോ? പറഞ്ഞത് മനസ്സിലായില്ല. എന്താണാവോ പറഞ്ഞത്? അതായത് തുടക്കമെല്ലാം അടിപൊളിയായിരിക്കും, പിന്നീടല്ലേ നിക്കറ് കീറുന്നത്. സാറേ. യെസ്. അതെ, അകത്തേക്ക് പോയി ചാർജ് എടുത്താലോ? പല പോലീസുകാരും ചാർജ് എടുത്ത് കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ചാർജ് എടുത്ത് കണ്ടിട്ടുണ്ടോ? എൻ്റെ ചാർജ് കാണിക്കട്ടെ. അമ്മാവോ, ഈ മാമൻ എന്നോട് പോലീസായിട്ട് ചാർജ് എടുക്കാൻ പറയുവാ. ചാർജ് എടുത്തേക്കട്ടെ ഞാൻ? ശരി, ഓക്കേ. 3 തലമുറ കഴിഞ്ഞതാ. ആ സ്ഥലത്തൊരു ഷോപ്പിംഗ് മാൾ പണിയാച്ച. അതെങ്ങനെയാണ് കൊടുക്കുന്നത്? വേഗം ആ സ്ഥലം ഒഴിപ്പിക്കേ. ശരി അച്ഛ. കൂടെ 4 പോലീസുകാരെയും കൂട്ടിക്കോ.
സാർ ഈ കുട്ടി മാത്രമാണ് അച്ഛനെയും ഐഡന്റിഫൈ ചെയ്തത്. അങ്കിൾ, എന്താ എന്റെ അച്ഛനും അമ്മയും എണീക്കാത്തെ? മരിച്ചു പോയോ? വയറ്റിൻ്റെ അകത്ത് അനിയനുണ്ടായിരുന്നെന്ന് അമ്മ പറഞ്ഞായിരുന്നു. ഇനി അവൻ എൻ്റെ അടുത്ത് കളിക്കാൻ വരില്ലേ? അമ്മേ, വേണ്ട, അവരെ കാണിക്കേ. ഞാൻ പറയുന്നത് കാണിക്കാൻ പറഞ്ഞില്ലേ? ചെല്ലേ, നിങ്ങൾ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ അവിടെ നിൽക്ക. ചൂട് കുറച്ചധികം ഉണ്ടെങ്കിൽ തന്നെ എന്റെ മോൻ കഴിക്കില്ലല്ലോ. സഹിക്കാൻ പറ്റുന്നില്ല. നീ കൂടെ ഒന്ന് കൊണ്ടുപോണേ. എന്റെ മോനെ, സഹിക്കാൻ എന്റെ മോനെ. എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോയില്ലേ? ഞാനിനി അത് ചെയ്യുവേ. ഇത്തിരി ചൂടുള്ള അങ്ങനെ കൊടുത്ത പോലെ എന്റെ മോള് കഴിക്കാത്തതാണ്. ചെവി മൂടിയാലും നിലവിളി കേൾക്കും. എല്ലാം അണഞ്ഞെന്ന് കരുതുന്നുണ്ടോ? എരിഞ്ഞുകൊണ്ടിരിക്കുക മരിച്ചവരുടെ അച്ഛനമ്മമാരുടെ മനസ്സിൽ. നീ എന്തുകൊണ്ടാണ് പോലീസിനെ വെറുക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ ഇപ്പോൾ ഇവിടെ സംഭവിച്ചതിനല്ല നീ പോലീസ് ആയതാണ് കാരണം. പോലീസിനെ ഇഷ്ടമല്ല, കാക്കി ഇഷ്ടമല്ല എന്ന് പറയാറില്ലേ? നിന്റെ മനസാക്ഷിയോട് ചോദിക്കേ, നീ പോലും നിന്നെ വെറുക്കും. സാർ, എനിക്കൊരു കംപ്ലൈന്റ് കൊടുക്കണം സാറേ. എന്ത് കംപ്ലൈന്റ്? കേരള പത്രത്തിന്റെ ഒരു റിപ്പോർട്ടറായിരുന്നു എന്റെ ഭർത്താവ്. ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന തീപിടുത്തത്തിൽ ശിവൻ സാറിന്റെ മകനായിരുന്നു കാരണക്കാരനെന്ന് പത്രത്തിൽ എഴുതിയിരുന്നു സാറേ. അതുകൊണ്ട് എന്റെ കൺമുന്നിൽ വെച്ച് തന്നെ എന്റെ ഭർത്താവിനെ ശിവന്റെ ആൾക്കാർ വെട്ടി സാറേ. എന്തെങ്കിലും ഒരു നടപടി എടുക്കണം സാറേ. എന്താ ഇത്? ഇവിടെ വന്ന് ഇതാണോ പറയേണ്ടത്? വേഗം ചെല്ല്. അവരെ ഒന്നിനും വെറുതെ വിടരുത് സാർ. എനിക്ക് അവരെയൊക്കെ കണ്ടല്ലറിയാം സാറേ. ഞങ്ങളാണെന്ന് നോക്കിക്കേ. അതെ സാറേ, ഇവര് തന്നെയാ സാറേ. അതെ. എന്താ ഇത്? സാർ, നിങ്ങളെങ്കിലും ഇവരോടൊന്ന് ചോദിക്കും സാറേ. എന്റെ ഭർത്താവിനെ വെട്ടിയത് ഇവരാണ് സാറേ. ചോദിക്കും സാറേ. ശക്തി, നമ്മളാ ഇത് ചെയ്തതെന്നറിയാൻ നിന്റെ അടുത്ത് വന്ന് കംപ്ലൈന്റ് ചെയ്യുന്നത് കണ്ടില്ലേ? മാറടി അങ്ങോട്ട്. നിന്റെ മനസാക്ഷിയോട് ചോദിക്കേ, നീ പോലും നിന്നെ വെറുക്കും. എന്താ ചേട്ടാ?
ചേട്ടൻ എന്താ പറ്റിയത്? ഇതെന്താ ശക്തി? എന്താ ശക്തി, ഞങ്ങളെ നീ തല്ലുന്നോ? ചേട്ടൻ പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ